വരുന്ന സമയത്ത് എനിക്ക് ഒട്ടും നടക്കാൻ വേണ്ടായില്ല. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കൈ പിടിച്ചിട്ട് ഇറങ്ങിയത്. ഇപ്പൊ ഭയങ്കര ആശ്വാസം തോന്നുന്നു. കൈ വിട്ടപ്പോ പിടിച്ചൊന്നും നടക്കണ്ട, പിടിക്കാണ്ട് നടക്കുകയും ചെയ്യാം, ഇരിക്കുകയും ചെയ്യാം. വരുമ്പോ എനിക്കാണെങ്കിൽ ഒരാളുടെ സപ്പോർട്ട് എനിക്ക് നിന്നൊരു 5 മിനിറ്റ് എങ്കിലും നിന്ന ശേഷം അടുത്ത കാലെടുത്ത് വെക്കാൻ പറ്റുമോ. അമ്മച്ചി ഇത്രയും സ്പീഡിൽ നടന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഇത് കണ്ടത് തന്നെ എനിക്ക് വലിയ സന്തോഷം. അപ്പൊ ഇനിയും ഇത് ഒത്തിരി ആളുകളുടെ ഉള്ളിലേക്ക് എത്തട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇപ്പൊ അമ്മച്ചിക്ക് അത് സത്യമാണെന്ന് മനസ്സിലായി. ഇപ്പൊ എനിക്കിത് എനിക്ക് അനുഭവം വന്നപ്പോ വിശ്വാസമായി. എനിക്ക് സത്യം പറഞ്ഞാലേ അമ്മ ഇങ്ങനെ ചെയ്യുമെങ്കിലും എങ്ങനെയാ ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ടെങ്കിൽ ആയിരിക്കും റിസൾട്ട്. ഇപ്പൊ ഇങ്ങനെ അമ്മച്ചി ഓടി നടക്കുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ അമ്മച്ചി നടക്കണ ഹസ്ബൻഡിനെ ഫോട്ടോ വിളിക്കാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. മറ്റത് കൈ കെട്ടിയിരിക്കാനാ. എന്റെ അമ്മയെ ഒരു കൈ കുത്തിയിട്ടാണ് അമ്മച്ചി ഇരിക്കുള്ളൂ. ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ വന്നതിന് ശേഷം 3ാമത്തെ ആൾ അങ്ങനെ ഇറങ്ങി പോണ കണ്ടത്, ബസ്സായിട്ട് പോണത് കണ്ടത്. അവരിങ്ങനെ ചെരിഞ്ഞ് നടന്നു വന്നത് എനിക്കും ചെയ്യണോന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ എന്റെ കാല് പൊക്കി പിടിച്ചു. ഞാൻ ഇനിയിപ്പോ വരാതെ പറഞ്ഞിട്ടുണ്ട്. മുട്ടുവേദന ഉള്ളവര് ഇങ്ങനെ വേറെ എല്ലായിടത്തും അന്വേഷിച്ച് നടക്കണേക്കാളും നല്ലത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മള് ഒത്തിരി ബെറ്റർ ആവും. അത്ര വേദന തന്നെയും വേണ്ട. കാരണം എനിക്ക് എന്റെ അമ്മയുടെ അനുഭവം തന്നെ എന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടു. എനിക്ക് അതിൽ കൂടുതലൊന്നും വിശ്വാസമില്ല. അമ്മച്ചി എത്രയോ വർഷങ്ങളായി വേദന സഹിക്കണു. ഇങ്ങനെ നടക്കാറ് പോലില്ല. അമ്മച്ചി നടക്കണ കാണുമ്പോ അതിന് കഷ്ടമാണ് ഞാൻ നടക്കണത്. എങ്കിലും അമ്മ നടക്കണ കാണുമ്പോ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞിട്ട് ഒരു 5-6 വർഷം കൂടുതലായിട്ടുണ്ട്. എല്ലാ ആശുപത്രിയിലും പറയും. പക്ഷെ നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി ഇങ്ങനെ കൊണ്ടുനടന്നു. മുട്ടിലൊന്നും ഇല്ലാന്നറിയാം. എങ്കിലും അമ്മച്ചി ഇത്ര ഉഷാറായിട്ട് നടന്നു കണ്ടതിൽ ഭയങ്കര സന്തോഷം. ഞങ്ങൾ അങ്കമാലി LF ഹോസ്പിറ്റലിന്റെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. പിന്നെ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഇവിടെ നല്ല സർവീസ് ആയാലും നല്ലതാണ്. ഡോക്ടറോടായാലും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആളോട് സംസാരിക്കണ പോലെയാണ് സംസാരിച്ചത്. അത് അമ്മച്ചി പുറത്തിറങ്ങിയപ്പോ തന്നെ പറഞ്ഞു മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ എല്ലാ കാര്യവും നമുക്ക് തുറന്ന് സംസാരിക്കാമല്ലോ. അവര് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത്.